അമ്പരലോകത്ത് അംലാക്കുകൾ സന്തോഷത്താൽ വിളിച്ചു പറയാണ്, വുലിദൽ ഹബീബ്. ആരെ ഹബീബ് ജനിച്ചു എന്നാ പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങൾ ജനിക്കപ്പെട്ടിട്ടുണ്ട്, തങ്ങൾ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട്. വമിസ്ലുഹു ലാ യൂലദു. ഇതുപോലെ ഒരു ജനനം, ഇതുപോലെ ഒരു ഉദയം, ഇതുപോലൊരു സംഭവം ഇനി ലോകത്ത് നടക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. അമ്പിയാക്കളെ കുറിച്ച് ദിക്ർ ചെയ്യുക, സ്വാലിഹീങ്ങളെ കുറിച്ചുള്ള ദിക്ർ, അമ്പിയാക്കളെ കുറിച്ചുള്ള ചർച്ച അത് ഇബാദത്താണ്. ഔലിയാക്കളെ കുറിച്ച്, സ്വാലിഹീങ്ങളെ കുറിച്ചുള്ള ചർച്ച, അവരെ കുറിച്ചുള്ള ഓർമ്മ, അവരെ കുറിച്ചുള്ള സംസാരം, അത് നമ്മുടെ ദോഷങ്ങളെ മാപ്പ് ചെയ്യുന്നതാണ്. പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. ദിക്ർ എന്നതുകൊണ്ട് അതിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിക്ർ ചെയ്യപ്പെടാൻ ഏറെ മഹത്വമുള്ള അഹ്ലായ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അമ്പിയാക്കളെ കുറിച്ചുള്ള ചർച്ചകൾ ഇബാദത്താണെങ്കിൽ, അമ്പിയാക്കളിലും ശ്രേഷ്ഠരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ചർച്ച ഏറ്റവും വലിയ ഇബാദത്താകണം. എന്നോട് പറഞ്ഞത് മദ്ഹുർ റസൂൽ പ്രസംഗിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങിയത്. ഏറ്റവും നല്ല മജ്ലിസ്, ഏറ്റവും നല്ല ഇൽമ്, ഏറ്റവും നല്ല കേൾവി, ഏറ്റവും നല്ല സംസാരം, അതെല്ലാം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയലും, മാസത്തിൽ എപ്പോഴും തങ്ങളെ കുറിച്ച് പറയാറുണ്ട്, കേൾക്കാറുണ്ട്. എന്നാലും അത് തിരുനബിയുടെ ഒരു മദഹിന്റെ പ്രത്യേകത കൂടിയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു നേതാവും ആ നേതാവിന്റെ അനുയായികൾ അവരെ ബഹുമാനം പറയും. ഇത് കേൾക്കണുണ്ട്, ഇതിൽ കേൾക്കണില്ല. നിങ്ങള് ഈ സ്റ്റേജിൽ ഇരിക്കണ ഇങ്ങനെ ഒന്നും മനസ്സിലാകാതിരിക്കും. ഓർക്ക് മനസ്സിലാവില്ല എന്നല്ല, ആ സൗണ്ട് അല്ലെ, ഒരു ബഹളം മാത്രമേ കേൾക്കുള്ളൂ. ഇതിൽ കൊടുക്ക്, സൗണ്ട് കൂടി കൊടുക്കുക. ഏത് ജനങ്ങളും ഏത് സമൂഹവും അവരുടെ നേതൃത്വത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും. സംഘടനാ നേതാവിനെ കുറിച്ച് സംഘടനാ പ്രവർത്തകർ സംസാരിക്കും. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ ബഹുമാനം രാഷ്ട്രീയ പാർട്ടിക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു രാഷ്ട്രത്തിന്റെ നേതൃത്വത്തെ കുറിച്ച്, മന്ത്രിമാരെ കുറിച്ച് അവരുടെ അനുയായികൾ ബഹുമാനം പറയും. എന്തിനധികം നല്ല റാഹത്തുള്ള ജമാഅത്തിന്റെ പ്രസിഡന്റാണ്. നമ്മളെ ജമാഅത്തിന്റെ പ്രസിഡന്റിനെ പരിചയപ്പെട്ടിട്ടില്ല, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ആ ബാക്കിലത്തെ ആളൊന്നും ആമീൻ പറഞ്ഞിട്ടില്ല, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നല്ല ഉഷാറായിട്ട് ജനങ്ങൾക്ക് സേവനം നൽകിയാൽ ആളുകൾ അവരുടെ ബഹുമാനം പറയും. അവര് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഈ മാറ്റം ഉണ്ടായത്, മറ്റേയാൾ സെക്രട്ടറി ആയതിനു ശേഷമാണ് ആ ബിൽഡിംഗ് കെട്ടിയത്, മറ്റേയാൾ ഖജാൻജി ആയതിനു ശേഷമാണ് എല്ലാം റെഡി, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ ജനങ്ങൾ എടുത്തു പറയും, അവരുടെ സേവനങ്ങളെ ജനങ്ങൾ പുകഴ്ത്തും. അതെല്ലാം എപ്പോഴാണ്? ആളുകൾ അവര് ലോകത്ത് ജനിച്ച് വർഷങ്ങളോളം ജീവിച്ചു, ആ ജീവിച്ചതിന് ധാരാളം അടയാളപ്പെടുത്തലുകൾ ഉണ്ടായാലാണ് അവരുടെ അനുസ്മരണ പരിപാടി നടക്കുക. അവരുടെ ആണ്ടുപരിപാടിയിലൊക്കെ അവരെ ബഹുമാനം പറയണമെങ്കിൽ അവരെന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഒരു നേതാവ്, ഒരേ ഒരു നേതാവ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നേതാവ് ജനിച്ചിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഈ നേതാവിന്റെ ബഹുമാനം പറഞ്ഞുപോയി. ഈ നേതാവ് ലോകത്തേക്ക് വന്നിട്ട് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്തി. ആ നേതാവിന്റെ സേവന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയുന്നത് പോലെയല്ല. ഈ നേതാവ് വരുന്നതിന് മുമ്പേ
التوراة موسى نعته وصفاته وإنجيل عيسى في المداعيه مطنب. തങ്ങൾ ലോകത്തേക്ക് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച 103 കിതാബിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഡൗട്ട് ഉണ്ടാകും, ഉസ്താദിനൊന്ന് കുറഞ്ഞു പോയോ? 104 കിതാബല്ലേ ആകെയുള്ളത്. അതിൽ ഒരു കിതാബ് അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹുവിന്റെ സമ്മാനമാണ്, മോചിതത്താണ്, വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ മുഴുവനും തങ്ങളെ മദ്ഹ് തന്നെ. അതൊഴിച്ചു 103 കിതാബിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ മക്കൾക്ക് ദഅവത്ത് നടത്തുമ്പോൾ, അവരെ സമൂഹം എന്ന് പറയുന്ന അവരെ മക്കളാണ്, ആ മക്കൾക്ക് ദഅവത്ത് നടത്തുമ്പോഴും അതിനുശേഷം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള 1,24,000 വരുന്ന അംബിയ മുർസലുകളില്ലേ, ആ നബിമാര് മുഴുവനും ആ റസൂൽ ആ മുർസലീങ്ങൾ മുഴുവനും അവരെ ജനതക്ക് വിട്ടുപോകാതെ പഠിപ്പിച്ച പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ലോകത്തേക്ക് ജനിച്ചു, ജീവിച്ചു, അവിടുന്ന് വിട പറഞ്ഞു. അതിനുശേഷം അനുയായികൾ സംഘടിച്ച് നമുക്ക് നമ്മളെ നേതാവിനെ പറ്റി ഒരു അനുസ്മരണം വെക്കണോന്ന് പറഞ്ഞിട്ട് തങ്ങളെ ബഹുമാനം പറഞ്ഞു തുടങ്ങിയതല്ല. എല്ലാ നേതാക്കന്മാരെ പോലെയുമുള്ളൊരു നേതാവല്ല ഇത്. ഫഖന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. ഇതുപോലൊരു നബിയെ ലോകത്ത് കാണുകയില്ല. എല്ലാ അമ്പിയാക്കളുടെയും എല്ലാ മുർസലീങ്ങളുടെയും എത്രയോ മേലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫതൂഫു ഫമാ തൽഖൗന ശിബ്ഹ മുഹമ്മദി വലാ മിത്ലുഹു ബൈനൻ നബിയ്യിന യുറഫു. ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളെ, നിങ്ങൾ ചരിത്രം പഠിക്കൂ. ലോകത്ത് സഞ്ചരിക്കുന്ന ജനങ്ങളെ, നിങ്ങൾ സഞ്ചരിച്ച് ലോകത്തൊട്ടാകെ നിങ്ങൾ പഠനം നടത്തൂ. ഫമാ തൽഖൗന ശിബ്ഹ മുഹമ്മദി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലോത്തൊരാളെ നിങ്ങൾ എത്തിക്കൂല. ഇതുപോലെ ബഹുമാനമുള്ള, ഇതുപോലെ മഹത്വമുള്ള, ഇതുപോലെ സ്റ്റാൻഡേർഡുള്ള, ഇതുപോലെ ജനങ്ങൾ ബഹുമാനം പറയുന്ന മറ്റൊരു നേതാവില്ല. അല്ലാഹു തആല നമുക്ക് നല്ല റഹ്മത്ത് ചെയ്യട്ടെ. ചില ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നു മുസ്ലിം പേരുള്ള ചില ആളുകൾ. അള്ളാഹുവിന്റെ വിദേഹത്തിന്റെ ശരണത്തോടെ നമ്മളെ നാടും നമ്മളെ സമൂഹമൊക്കെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ചില ആള് പറയും മുഹമ്മദ് നബി അത് മക്കക്കാരനായിട്ട് ആമിനന്റെ അബ്ദുള്ളന്റെ മോനായിട്ട് ജനിച്ചു, 40 വയസ്സ് വരെ മക്കയിൽ അങ്ങനെ ജീവിച്ചു, ഒരു ഉദ്യോഗകയറ്റം കിട്ടണത് പോലെ നുബുവത്ത് കിട്ടി. അങ്ങനല്ല. ഇന്നി ലസ്തു മിസ്ലക്കും ഇന്നി ലസ്തു കഅഹദിൻ മിൻകും ഇന്നി ലസ്തു കഹൈഅതികും. നിശ്ചയം ഞാൻ നിങ്ങളെ പോലെയല്ല, നിശ്ചയം ഞാൻ നിങ്ങൾ ഒരാളെ പോലെയുമല്ല, നിശ്ചയം ഞാൻ നിങ്ങളെ കോലത്തിലല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ഈ പൊന്നുമോന ലോകത്തേക്ക് സമ്മാനിക്കുമ്പോൾ വിശുദ്ധ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹിക്ക് തൊട്ടു മുമ്പുള്ള ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള സമയം അതാണ്. റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ അല്ലാഹു തആല ലോകത്ത് സമ്മാനിച്ച സമയമാണ്. സമയങ്ങളിലെ ഏറ്റവും മുതബറക്കായ സമയം. ആ
ആ സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ബീബി ലോകത്തേക്ക് സമ്മാനിച്ചപ്പോൾ മൻഖൂസ് മൗലീദിൽ നമ്മൾ ചൊല്ലാറില്ലേ, ഖാലത്ത് മലായികത്തുസ് സമാഇ ബിഅസ്രിഹിം വുലിദൽ ഹബീബു വമിസ്ലുഹു ലാ യൂലദു. അമ്പര ലോകത്ത് അംലാക്കുകൾ സന്തോഷത്താൽ വിളിച്ചു പറയാണ്, വുലിദൽ ഹബീബ്. ആരെ ഹബീബ് ജനിച്ചു എന്നാ പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങൾ ജനിക്കപ്പെട്ടിട്ടുണ്ട്, തങ്ങൾ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട്. വമിസ്ലുഹു ലാ യൂലദു. ഇതുപോലെ ഒരു ജനനം, ഇതുപോലെ ഒരു ഉദയം, ഇതുപോലൊരു സംഭവം ഇനി ലോകത്ത് നടക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ മലക്കുകൾ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞത് അതാ മഹാന്മാരെടുത്തു പറയുന്നു. അപ്പൊ ജനിക്കുമ്പോൾ തന്നെ തങ്ങളെ ബഹുമാനം പറയാണ്, ജനിക്കുമ്പോൾ തന്നെ തങ്ങളെ ബഹുമാനം പറയുന്നു. ഇങ്ങനത്തൊരു സംഭവം ഇനി വരാനില്ല, മുമ്പുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഏറ്റവും വലിയ തുല്യതയില്ലാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നോക്കിങ്ങള്, നമ്മൾ പലപ്പോഴും രാത്രികളിൽ ഏറ്റവും കൂടുതൽ ഉറക്കൊഴിയാൻ താല്പര്യമുള്ള ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. നല്ല ക്ഷീണമുണ്ട്, പകലോളം പണിയെടുത്തു, നോമ്പൊക്കെ എടുത്തിട്ടാണ് പണിയെടുത്തത്. ഗൾഫിലായാലും നാട്ടിലായാലും നല്ല ഡ്യൂട്ടിയും പ്രയാസങ്ങളുള്ളവരുണ്ടാകും. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞല്ലെങ്കിൽ നല്ല ക്ഷീണമുണ്ട്, രോഗാണ്, പ്രയാസമുണ്ട്, ഗുളി കഴിക്കുന്നുണ്ട്. എന്നാലും റമദാൻ 21, 23, 25, 27, 29, 27 എന്തായാലും ഉറക്കമൊഴിയാൻ നമുക്ക് താല്പര്യമില്ലേ? കഴിയില്ലെങ്കിലും ഒരൽപ്പമെങ്കിലും ദിക്റ് ചൊല്ലുന്നതും ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ പള്ളികളിൽ എഴുത്തിക്കാഫിരിക്കുന്നതും നല്ല നല്ല മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നതും കുറച്ച് ആളെങ്കിലും കൂടിയിട്ട് ഈ നല്ല സമയത്തെ മാനിച്ചുകൊണ്ട് ഒരു ഖത്മ് ഓതി തീർക്കുന്നതും തസ്ബീഹ് നിസ്കരിക്കുന്നതും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതും കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യുന്നതും എന്തിനാണ്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ബഹുമാനമുള്ള ഒരു രാത്രിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള മലക്കുകൾ വന്ന് സലാം പറയുന്നു. അതൊന്ന് കിട്ടി രക്ഷപ്പെടാനല്ലേ. ആ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന വലിയ ബഹുമാനമുള്ള സംഗതിയല്ലേ. ഞാൻ ചോദിക്കുന്ന കബക്കക്കാരേ, ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന സംഗതി നമുക്കാർക്കെങ്കിലും ഈ പുത്തൂര് മേഖലയിൽ വന്നിട്ട് നമുക്കല്ല പ്രത്യേകമായി സമ്മാനിച്ച സമ്മാനമാണോ? ഒരിക്കലുമല്ല. ഇതാരുടെ സമ്മാനമാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ ഹബീബിന് അല്ലാഹു കൊടുത്ത സമ്മാനമാണ് ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്ർ തങ്ങൾക്ക് സമ്മാനമാകയാൽ ഞാൻ പറയട്ടെ, നമ്മുടെ സ്റ്റേജിലേക്ക് ഒരു വലിയ സയ്യിദ് വരുന്നു. പല സ്ഥലത്തും പോയാൽ ചിലപ്പോ അതാ നേതാക്കന്മാരെ സ്വീകരിക്കും, കോട്ടിട്ട് കൊടുക്കും. ചില ആളുകൾക്ക് വലിയ അവാർഡ് കൊടുക്കും, ചില ആളുകൾക്ക് എന്തെങ്കിലും മെമാൻഡൊക്കെ കൊടുത്തിട്ടൊന്ന് ഉഷാറാക്കി ആദരിക്കുന്ന പരിപാടിയില്ലേ. സമ്മാനങ്ങൾ കിട്ടുന്നില്ലേ? നമ്മളെ മക്കള് പാട്ടെല്ലാം പാടിയപ്പോ റബീഉൽ അവ്വലിൽ സമ്മാനം കിട്ടിയിട്ടില്ലേ? ആ കിട്ടുന്ന സമ്മാനം, ആ കിട്ടുന്ന അവാർഡ്, ആ കിട്ടുന്ന കോട്ട് ഇത് വാങ്ങുന്ന വിദ്യാർത്ഥിയെക്കാളോ അല്ലെങ്കിൽ വാങ്ങുന്ന സയ്യിദിനേക്കാളോ അല്ല ആദരവുള്ള ഉസ്താദിനേക്കാളോ നമ്മുടെ കോട്ടിന് ബഹുമാനമുണ്ടോ? നമ്മൾ കൊടുക്കുന്ന ഒരു പലകഷ്ണത്തിന് അത് സ്വീകരിക്കുന്ന സയ്യിദിന്റെ ബഹുമാനമുണ്ടോ? അപ്പൊ സമ്മാനം ആർക്ക് നൽകുന്നു? ആ സമ്മാനം എന്ന് പറയുന്നത് അത് വാങ്ങുന്ന ആളുടെ ബഹുമാനത്തിനൊക്കൂല. ലൈലത്തുൽ ഖദ്ർ എന്നത് തങ്ങളുടെ ഖദ്റിനോട് കടപിടിക്കൂല.
ലൈലത്തുൽ ഖദർ ബഹുമാനമുള്ളതാണെങ്കിൽ ആ ലൈലത്തുൽ ഖദറിനും എത്രയോ കോടിക്കണക്കിന് മേലെയാണ് മുത്ത് നബിയുടെ ഖദർ കേട്ടോ. അതുകൊണ്ടാ ഇഷ്ക് കൽബിൽ കേറിയ മഹാന്മാർ, മഹബ്ബത്ത് കൽബിൽ രൂഢമൂലമായ മഹാന്മാർ, അവർ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു, കൽബ് കൊണ്ട് അവർ സ്നേഹിച്ചു, തങ്ങളെ പറ്റി പറയാൻ അവർ ആഗ്രഹിച്ചു, തങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ലി, തങ്ങളുമായി ബന്ധപ്പെടുന്നതിനെല്ലാം ബഹുമാനം കണ്ടു. അവരിങ്ങനെ മുറ്റത്തിറങ്ങുമ്പോ ഇലകൾ ഇങ്ങനെ അനങ്ങുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ ദിക്റെല്ലാം കഴിഞ്ഞിട്ട് പള്ളിന്ന് പുറത്തിറങ്ങുമ്പോ, അല്ലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, അല്ലെങ്കിൽ വദാഹ ജനാല തുറക്കുമ്പോ, റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നല്ല കാറ്റടിച്ചിട്ട്, ഇളം കാറ്റടിച്ചിട്ട് മെല്ലെ മെല്ലെ ഇലകൾ അനങ്ങുന്നു. കാറ്റിന്റെ മെല്ലെ കാറ്റിന്റെ ആ സ്വാധീനം കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ കൽബിൽ സ്നേഹിച്ച മഹാന്മാര് പറയുന്നു, وبثي علينا الطيب من ذلك القبر. പ്രഭാതത്തിൽ അടിച്ചു വീശുന്ന മന്ദമാരുതനെ, രാവിലെ തന്നെ വരുന്ന ഇളം കാറ്റേ, നീയൊന്നു പോകുമോ എന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന മദീനയിൽ നീയൊന്നു പോകുമോ? ആ തങ്ങളുടെ പരിശുദ്ധമായ ഖബറുണ്ടവിടെ, ആ ഖബറൊന്നു നീ ചുറ്റിക്കറങ്ങുമോ? വബുസി അലൈന ത്വീബ മിൻ ദാലികൽ ഖബ്രി. ആ ഖബറിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സുഗന്ധമുള്ളത് അവിടെയാണ്. വേർപ്പ് ഗണങ്ങൾ കുപ്പിയിലെടുക്കുന്ന സ്വഹാബത്തിനോട് തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ വേർപ്പ് ഗണങ്ങൾ കുപ്പിയിലെടുക്കുന്നത്? അത്വയബു ത്വീബു യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ നല്ലൊരു സുഗന്ധമില്ല നബിയേ. ഞങ്ങളെ സാധാരണ അത്തറുകളിൽ ഈ വിയർപ്പിന്റെ തുള്ളി ഒരൽപ്പം ഇറ്റിച്ചാൽ, ഒന്ന് ചേർത്ത് വെച്ചാൽ ഇതിനെ കടപിടിക്കുന്ന ഒരു മണവുമില്ല നബിയേ. ആ പരിശുദ്ധമായ ഖബർ, സുഗന്ധമടിച്ചു വീശുന്ന മദീനത്തെ ഹുജറത്തു ഷരീഫയിലെ ഖബറു ഷരീഫ്, കാറ്റേ ആ പരിമളമൊന്ന് എനിക്ക് കൊണ്ടുവന്നു തരുമോ? ഇലകൾ ആടുന്നത് കൊണ്ട്, കാറ്റടിക്കുന്നത് കൊണ്ട് കൽവിൽ ഇഷ്കുള്ള മഹാന്മാരുടെ ഭാഷയാണ്. മദീനയിലേക്ക് അവർ നോക്കുന്നത്, അകക്കണ്ണ് കൊണ്ട് മദീന കാണുന്നു. എന്നിട്ട് മദീനത്തുള്ള മലകളോട്, മദീനയിലുള്ള മണൽത്തരികളോട്, മദീനയിലുള്ള കല്ലുകളോട്, കൂറ്റൻ പാറകളോട് അവര് സംവദിക്കുന്നു. റുബാ ത്വയ്ബത്തിൻ ലഹ്ഫീ അലാ ലൈലിക്കല്ലദീ بأحمد يحكي قدره ليلة القدر. മദീനയിലുള്ള മണലുകളോട് സംവദിക്കാണ് മഹാന്മാർ. ഹൃദയം കൊണ്ടവര് പറയുന്ന എന്താണെന്നറിയോ? മദീനയിലെ കുന്നുകളെ, മദീനയിലെ മണൽപ്പരപ്പുകളെ, മരുഭൂമിയിലെ മരുഭൂമിയിലെ കല്ലുകളെ, നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ്, നിങ്ങൾ എത്ര സൗഭാഗ്യമുള്ളവരാണ്. എനിക്കൊരു ലൈലത്തുൽ ഖദറാണുള്ളത്, കൊല്ലത്തിലൊരു ലൈലത്തുൽ ഖദർ. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ തങ്ങളെ നാട്ടിലല്ലേ ഉള്ളത്, നിങ്ങൾ തങ്ങളെ കണ്ടുകൊണ്ട് കിടക്കല്ലേ, നിങ്ങൾ തങ്ങൾക്ക് വലയം ചെയ്ത് കിടക്കുകയല്ലേ. എന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദറാണല്ലോ. ഞാനാ ലൈലത്തുൽ ഖദർ നഷ്ടപ്പെട്ടവനാണല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹ്,
മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാറ്റിന്റെയും മേലെയാണ് ഈ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബ് കൊണ്ടൊന്ന് സ്നേഹിക്കണം. നാവ് കൊണ്ട് സ്നേഹിക്കാൻ എളുപ്പമാണ്, വഅദ് പറയാൻ എന്തൊരു സുഖമാണ്, കേൾക്കാൻ അതിനേക്കാൾ റാഹത്താണ്, അഭിപ്രായം പറയാൻ അതിനേക്കാൾ 100 നാവാണ്. പക്ഷെ ഖൽബിൽ കയറുമോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഖൽബിൽ കുടിയിരുത്താൻ കഴിയുമോ? തങ്ങളെ വീട്ടിലേക്ക് അതിഥിയാക്കാൻ പറ്റുമോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിൽ നിന്ന് നമ്മുടെ പുത്തൂര് കബക്കയിലുള്ള ഒരു വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് തങ്ങളെ ഒന്ന് വിരുന്നിന് ക്ഷണിക്കാമോ? ആത്മാർത്ഥമായ ചോദ്യമാണ്. നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരാമോ? ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സാവും ശണ്ഠ കൂടൂല. ആ വീട്ടിൽ ഉമ്മയും മക്കളും പരസ്പരം ശപിക്കൂല. ആ വീട്ടിൽ ബാപ്പയും മക്കളും അനുസരണക്കേട് കാണിക്കൂല. ആ വീട്ടുകാരും അയൽവാസികളും തമ്മിൽ ഒടക്കൂല. ആ വീട്ടുകാരും അയൽവാസികളും തമ്മിൽ പിണങ്ങൂല. ആ വീട്ടിന്റെ അതിർത്തി തർക്കമുണ്ടാകൂല. ബാപ്പയും ഉമ്മയും മരിച്ചപ്പോ സ്നേഹനിധികളായ മക്കള് അനന്തരാവകാശ സ്വത്തിന് അടികൂടൂല. സുബ്ഹാന ജല്ല ജലാലു. പ്രായമുള്ള ഉമ്മയുണ്ട്, പ്രായമുള്ള ബാപ്പയുണ്ട്. ആ ബാപ്പനെ നീ നോക്കിക്കോളൂ, നീ നോക്കിക്കോളൂ, നീ നോക്കിക്കോളൂ. പന്ത് തട്ടണ പോലെ ഓരോരുത്തന്റെ കാലിന്റെ അടിയിലേക്ക് ഫുട്ബോൾ തട്ടിക്കൊടുക്കണത് പോലെ ഉമ്മാനെയും ബാപ്പാനെയും മക്കള് തട്ടിക്കളിക്കൂല. ആ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയ സാന്നിധ്യമുണ്ടോ? ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറൂജി. പിന്നെ നന്മ കാണിച്ചു കൊടുക്കുന്ന, സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന മറ്റൊരു വിളക്കിന്റെ ആവശ്യമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബിയെ സ്നേഹിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് കാരുണ്യമുണ്ടാകണം, തങ്ങളുടെ കാരുണ്യം ജീവിതത്തിൽ പകർത്തണം. സുബ്ഹാന ജല്ല ജലാൽ. ലോകമെന്ന് പറയുന്നത് തന്റെ കാമകേളികൾ, കാമുകനൊത്തിട്ടുള്ള തന്റെ ലൈംഗിക വൈകൃതങ്ങളും മറ്റുമൊക്കെ പൊതുജനങ്ങൾ അറിയുമെന്ന് പേടിച്ചിട്ട് നൊന്തു പ്രസവിച്ച കുഞ്ഞിന്റെ കാല് പിടിച്ച് പാറക്കല്ലിൽ അടിച്ചു കൊന്ന അമ്മയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹ്. സ്നേഹനിധിയായ ഭാര്യ, വിശ്വസിച്ചിട്ട് കൂടെ ഇറങ്ങി വന്ന പെണ്ണ്, താലി ചാർത്തി കൊണ്ടുവന്ന പെണ്ണ്, തന്റെ കൂടെ തനിക്ക് വേണ്ടി ജീവിക്കുന്ന പെണ്ണിനെ കൊടുത്ത സ്ത്രീധനം പോരാ എന്നതിന്റെ പേരിൽ വിഷപ്പാമ്പിനെ മണിയറയിലേക്ക് കടത്തിവിട്ടിട്ട് മൂർഖൻ പാമ്പിനെ കൊണ്ട് കടിച്ച് കൊല്ലിപ്പിച്ച ഭർത്താവിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സുബ്ഹാന ജല്ല. കാരുണ്യമില്ലാത്ത ലോകമാണിത്, സ്നേഹമില്ലാത്ത ലോകമാണിത്. ചെറിയ ചെറിയ പിഞ്ചു മക്കളെ ആശുപത്രികൾ പോലും ആക്രമിച്ചു കളയുന്ന ജൂതന്റെ ലോകമാണിത്. അല്ലാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ. ഞാൻ പറയുന്നത്, ഈ കാരുണ്യമില്ലാത്ത ലോകത്ത് കാരുണ്യത്തിന്റെ വെളിച്ചമായി കത്തിച്ചു വെക്കാൻ പറ്റുന്ന പ്രകാശം സിറാജം മുനീറാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശമാണ്. തങ്ങളുടെ പ്രകാശം വീട്ടിലുണ്ടാകണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി അങ്ങാടിയിൽ പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ ടൗണിൽ പോയി, നിങ്ങൾ പുത്തൂരോ കബക്ക് എവിടെയാണ് നിങ്ങളുടെ ടൗണ്, നിങ്ങൾ ആ ടൗണിൽ പോയി ഫ്രൂട്ട്സ് വാങ്ങാണ്. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അടുത്ത വീട്ടിൽ, അത് മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും ആരുടേതായാലും, ആ വീട്ടിലും നിങ്ങളെ മക്കളെ പ്രായമുള്ള മക്കളുണ്ട്. എന്നാൽ അവരെയും കൂടി ഒന്ന് പരിഗണിച്ചിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങണേ.
നിങ്ങളെ മക്കൾക്ക് കൊടുക്കണ പോലെ അവർക്കും ഒന്ന് കൊടുക്കാൻ മനസ്സ് വെക്കണേ. നിങ്ങൾക്കതിന് സൗകര്യമില്ല, ഒന്നൊക്കെ സമ്പത്തില്ല, അല്ലെങ്കിൽ മനസ്സില്ല, നിങ്ങളത് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാരുണ്യം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ഫ്രൂട്ട്സും കെട്ടുമായി വീട്ടിലേക്ക് വന്ന് നിങ്ങൾ വന്ന സന്തോഷത്തിൽ നിങ്ങളെ മക്കള് നിങ്ങളെ പൊതിഞ്ഞ് അവര് കെട്ടെല്ലാം വാരി വലിച്ചിട്ട് ഉപ്പ വന്ന സന്തോഷത്തിൽ അവരാ പാക്കറ്റിൽ നിന്ന് ആപ്പിള് പുറത്തെടുക്കുന്നു, അതാ മറ്റ് പലതും ഫ്രൂട്ട്സുകൾ അവര് പുറത്തെടുക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ ഫ്രൂട്ട്സും എടുത്തിട്ട് അല്ല ഈ മിഠായി എടുത്തിട്ട് നിങ്ങളെ മക്കള് മുറ്റത്തേക്ക് ഇറങ്ങല്ലേ. കാരണം എന്തേ? ആ വീട്ടിന്റെ തൊട്ടടുത്തല്ലേ മറ്റേ വീട്ടിലുള്ളവരുത്. ആ വീട്ടിൽ ഈ മക്കളെ പോലത്തെ മക്കളല്ലേ ഉള്ളത്. അവിടെയുള്ള ഉപ്പ, അവിടെയുള്ള അച്ഛൻ, അവിടുത്തെ അമ്മ അല്ലെ ഉമ്മ, അവർക്ക് ഇതുപോലെ ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുക്കാനുള്ള സൗകര്യമില്ല, സമ്പത്തില്ല. അതുകൊണ്ട് അവിടെ ഉള്ളതും ചെറിയ മക്കളാണ്. നിന്റെ മക്കൾ ഈ ഫ്രൂട്ട്സും കൊണ്ട് പുറത്തിറങ്ങുമ്പോ അവരത് കാണും. അവരവരുടെ അച്ഛന്റെ അടുക്ക, ഉപ്പന്റെ അടുക്ക, ഉമ്മന്റെ അടുക്ക പോയിട്ട് ഞങ്ങൾക്കും ആപ്പിള് വേണമെന്ന് പറയും. അപ്പൊ ആപ്പിള് വാങ്ങിക്കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ തന്നെ പൈസ ഇല്ലാത്ത വാപ്പക്കും ഉമ്മക്കും ആപ്പിള് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അവരില്ലെന്ന് പറയും. മക്കള് വാശി പിടിച്ച് കരയും. ഒരല്പം ദേഷ്യം വരുമ്പോ ഈ മക്കൾക്ക് തല്ലുകൊള്ളും. സുബ്ഹാനല്ലാഹ്, കരച്ചിലുച്ചത്തിലാകും. നമ്മൾ ആ കുട്ടിക്ക് ആപ്പിള് വാങ്ങിക്കൊടുത്തില്ല, നമ്മളെ മകന് മാത്രമാണ് നമ്മൾ കൊടുത്തത്. ആ വകയിൽ അപ്പുറമുള്ള കുട്ടിയുടെ മുഖത്തൊരു തല്ലുകൊണ്ട് കേട്ടോ. ആ കുട്ടിന്റെ മനസ്സാദ്യം തന്നെ മുറിഞ്ഞതാണ്. അടി കൊണ്ടപ്പോ ശരീരത്തിനും വേദന വന്നുപോയി. മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ നിങ്ങൾ ആ കുട്ടികൾക്കും വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെ വീട്ടിന്റെ ഉള്ളെന്ന് മാത്രം നിങ്ങൾ കൊടുക്കണം. മറ്റു കുട്ടികൾ കാണുന്ന നിലക്ക്, അവരുടെ മനസ്സ് വേദനിക്കുന്ന നിലക്ക് നിങ്ങൾ ഫ്രൂട്ട്സ് നിങ്ങളെ മക്കൾക്ക് കൊടുക്കരുതേ. കാരുണ്യത്തിന്റെ മനുഷ്യരൂപമേ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആർദ്രതയുടെ ആള് രൂപമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരണം, തങ്ങളെ ക്ഷണിക്കണം, തങ്ങളെ കൽബിലുണ്ടാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഈ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ ചെന്നാലും അവിടെ ബറക്കത്തുണ്ടാകും. തങ്ങൾ അവിടെ എത്തിയാലും അവിടെ സന്തോഷമുണ്ടാകും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റിയ ഒരു മൂത്താപ്പയുണ്ട്, അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബ് ഇടക്കിടക്ക് തങ്ങളോട് പറയുന്നു, മോനെ ഇന്നക ല മുബാറക്, ഇന്നക ല മുബാറക്, നീ വലിയ ബറക്കത്തുള്ള മോനാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ശരിക്കും മനസ്സിലാക്കണം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഒരുക്കി കൊണ്ടുവന്നതാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തങ്ങളെ മുഖത്ത് നോക്കി ആക്ഷേപിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷണം അല്ലാഹു കൊടുത്തിട്ടില്ല. ഹബീബായ തങ്ങളെ അല്ലാഹു തആല പരീക്ഷിച്ച് ചെറുപ്പത്തിലെ ഏറ്റവും കടുപ്പുള്ള പരീക്ഷ ഉണ്ടാക്കുന്ന അമ്പിയാക്കൾക്കാണ് തങ്ങൾ പറഞ്ഞിട്ടില്ലേ. അപ്പൊ അമ്പിയാക്കളെ നേതാവല്ലേ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരീക്ഷണങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തങ്ങളെ മുഖത്ത് നോക്കിയാൽ നല്ല സന്തോഷമാണ്. തങ്ങളെ മുഖത്തൊരു വല്ലാത്ത സൗന്ദര്യമാണ്. അജ്മലുൽ ഖൽഖാനി പുത്ത് നബി. സ്വലാത്തിനൊരു അഫിയത്ത് പോരാ, അജ്മലുൽ ഖൽഖാനിന്റെ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്ത് പോറ്റി വളർത്തിയ ഉമ്മ ഹലീമത്തു സഅദിയ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഈ മോന്റെ വലിയ അത്ഭുതം പറയുന്നുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അങ്ങനത്തെ ഒരു പതിവുണ്ടല്ലോ, മലങ്കാടുകളിൽ അല്ലെങ്കിൽ മലമ്പ്രദേശത്ത് താമസിക്കുന്ന, ടൗണ് വിട്ട് താമസിക്കുന്ന ആളുകൾക്ക് ശുദ്ധവായു, നല്ല ഭാഷാശുദ്ധി, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മുല കൊടുക്കാൻ പറഞ്ഞേക്കുന്ന സമ്പ്രദായമുണ്ട്. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ ഈ പൊന്നുമോന്റെ അത്ഭുതം പറയുന്നുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനും എന്റെ കൂടെ
10 കുടുംബം, ഞാനടക്കം 10 കുടുംബമാണ് ഞങ്ങളെ നാട്ടിൽ നിന്ന് മക്കയിലേക്ക് വന്നത്. 9 പെണ്ണുങ്ങളും അവരെ കുടുംബവും ഞാൻ കൂടാതെ കൂടെയുണ്ട്. ഞാൻ വന്നത് ഒരു പെൺ കഴുതയുടെ മേലെയാണ്. അബ്ദു ഹാരിസ് ഉണ്ട്, ഭർത്താവുണ്ട്, മുല കുടിക്കണ മോനുമുണ്ട്. ഞാൻ വന്നത് ഒരു പെൺ കഴുതന്റെ പുറത്ത് കയറിയിട്ടാ വന്നത്. ഒരു അകിടൊട്ടിപ്പോയ കറ പറ്റിയ ഒരു പെൺ ഒട്ടകവുമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു. രാത്രി താമസിക്കുന്ന സ്ഥലത്തൊക്കെ കുട്ടികൾ കരയുന്ന കേൾക്കാം, മുലപ്പാല് കൊടുക്കാൻ അത്രയും സങ്കടാണ്, ഒന്നുമില്ല. ആ സമയത്ത് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറയുന്നു, മക്കയിൽ വന്ന് വീട് കയറി നോക്കിയപ്പോൾ 9 കുട്ടികൾ, 9 കൂടെയുള്ള 9 പെണ്ണുങ്ങൾക്കും മുല കൊടുക്കാൻ, പൊറ്റി വളർത്താൻ നല്ല മക്കളെ കിട്ടുകയാണ്. ഹലീമത്തു സഅദിയയും ഭർത്താവും കൂടി വന്നു. ആമിന ബീവിന്റെ അടുക്കലേക്ക് വന്നു. പൊന്നുമോനെ ഒന്ന് നോക്കിയപ്പോൾ എന്തൊരു പ്രകാശമാണ് ഈ മുഖത്ത്, എന്തൊരു വെളിച്ചമാണ് ഈ മുഖത്ത്. നോക്കിയാള് കണ്ണെടുക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മോനെ നോക്കിക്കൊണ്ട് ഹലീമ ബീബി ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഭർത്താവ് ഹാരിത പറയുന്നെടുത്തോളൂ, അല്ലാഹ് നമുക്ക് ബറക്കത്ത് ചെയ്തേക്കും, ഈ മോനെ നമുക്ക് എടുക്കാം. അങ്ങനെ എടുത്തിട്ടാണ് ഈ മോനെയും കൊണ്ട് തിരിച്ചു പോകുന്നത്. പോകുമ്പം തന്നെ ഭയങ്കര അത്ഭുതം. ഹലീമ പറയണ, ഇങ്ങോട്ട് വരുമ്പോ പെൺകഴുതന്റെ പുറത്തല്ലേ ഞാൻ യാത്ര ചെയ്യുന്നത്. എന്റെ കൂടെയുള്ള 9 കുടുംബങ്ങൾ, 9 വീട്ടുകാര്, ആ 9 കുടുംബവും വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. എന്റെ വണ്ടിക്ക് എത്ര ഓടിച്ചിട്ടും സ്പീഡ് കിട്ടണില്ല. ഞാൻ എപ്പോഴും ബാക്കിലാണ്. അപ്പൊ മുന്നിലേ നടന്നു പോകുന്ന മറ്റ് പെണ്ണുങ്ങളെ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കും, ആമിന, അതാ ഹലീമ, നീ എന്താ ബാക്കോട്ടാണോ നടക്കുന്നത്? നമ്മൾ ഒരു കുറെ സ്ഥലത്ത് കുറച്ചാളുകൾ നടന്നു പോകുമ്പോ രണ്ടാൾ എപ്പോഴും ബാക്കിൽ തന്നെ നമ്മൾ കുരിഞ്ഞെന്താണോ ബാക്കിലോട്ടാണ് നടക്കുന്നത്, എന്താ നിങ്ങൾ ഞങ്ങളെ കൂടെ കൂടാത്തത്? പക്ഷേ ഹലീമ ബീവി പറഞ്ഞു, ഈ വണ്ടി തിരിച്ചാ തിരിയൂല, ഇതൊരു പഴഞ്ചൻ വണ്ടിയാ, ഇതിന് പവർ പോരാ. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. തിരിച്ച് ഞാൻ ഈ മോനെയും എടുത്തിട്ട് തിരിച്ചു പോകുന്ന എന്റെ യാത്ര, സുബ്ഹാനല്ലാഹ്, ഈ മോന്റെ ബറക്കത്ത് ഹലീമ ബീവി പറയാണ്, എന്റെ വണ്ടിക്ക് എന്തൊരു വേഗതയാ. 9 പെണ്ണുങ്ങളും ബഹുദൂരം പിന്നിലാണ്. അവരെന്നോട് വിളിച്ചു ചോദിക്കുന്നു, ഹലീമ, ഇങ്ങോട്ട് വന്ന വണ്ടി തന്നെയല്ലേ നീ അങ്ങോട്ട് പോകുന്നത്? എന്റെ വണ്ടിക്ക് എന്ത് സംഭവിച്ചു പോയി? നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് ഓയിലാ അടിച്ചത്? ഏത് പെട്രോൾ പമ്പ് നാ എണ്ണ അടിച്ചത്? ഏത് മെഷീനാ നീ ഫിറ്റാക്കിയത് എന്ന് ചോദിക്കണ പോലെ അവര് ചോദിക്കുന്ന, ഹലീമ, എന്റെ വാഹനത്തിന് എന്ത് സംഭവിച്ചു? പിടുത്തം കിട്ടുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. എപ്പോഴും പാത്രം എടുത്തിട്ട് ഒട്ടകത്തിന്റെ അകിടിന്റെ അടിയിൽ പോയിരുന്നിട്ട് പാത്രം ഇങ്ങനെ കാണിച്ചിട്ട് കറക്കുമായിരുന്നു. ഒരൽപ്പം പാല് കിട്ടിയാലാ, ഇല്ലെങ്കിൽ കിട്ടൂല. അങ്ങനെ ആയിരുന്നു ഈ ഒട്ടകത്തിന്റെ അവസ്ഥ. രാത്രി താമസിച്ചു, വഴിവക്കിൽ താമസിച്ചു, തിരിച്ചു പോകുമ്പോൾ താമസിച്ചു. നേരം വെളുത്തു. ഹാരിസ് ഒട്ടകത്തെ ആർക്കാൻ വേണ്ടി പതിവ് പോലെ പാത്രവും എടുത്തു പോയി. തിരിച്ചു വരികയാണ്. ഹലീമത്തു സഅദിയ അത്ഭുതപ്പെട്ടു പോയി. പാത്രം മുഴുവനും പാല് നിറഞ്ഞിരിക്കുന്നു. ഹലീമ ചോദിക്കുന്ന, നല്ല ഭർത്താവേ ഹാരിസേ, എന്തേ സംഭവിച്ചു പോയി? ഒട്ടകം എങ്ങനെയാണ് പാല് ചുരത്തിയത്? പാത്രം മുഴുവനും പാല് നിറഞ്ഞിട്ടുണ്ടല്ലോ. ഉടനെ ഹാരിസിന്റെ മറുപടി, ലഖദ് അഖസ്തി നിസ്മതം മുബാറക, നമ്മൾ എടുത്ത മോന്റെ ബറക്കത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്തൊരു ബറക്കത്തുള്ള മോനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്.